ഇറാനും അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത നിൽക്കാൻ പോയതാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാനിലെ അസീം മുനീറിന്റെ ജീവൻ ഭീഷണിയിലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇസ്രായേൽ ആയിരിക്കും അസീം മുനീറിനെ തട്ടാൻ പോകുന്നത്? അല്ല. ഇന്ത്യ ആയിരിക്കുമോ തട്ടാൻ പോകുന്നത്? അല്ല. അമേരിക്ക ആയിരിക്കുമോ? അല്ല. ആരാണ് അസീം മുനീറിനെ തട്ടാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പാകിസ്ഥാനകത്തുള്ള ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന കൊടും ഭീകരരാണ് അസീം മുനീറിനെ തട്ടിക്കളയുമെന്ന് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അസീം മുനീർ വിഷമിക്കേണ്ട. അസീം മുനീറിന്റെ മാത്രമല്ല, അസീം മുനീറിന്റെ തൊട്ടടുത്ത് ഷഹബാസ് ഷെരീഫിനും ഇതേ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അസീം മുനീറിന് ഏക ആശ്വാസം എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പോയ പാകിസ്ഥാന് കിട്ടിയത് 8ന്റെ മുട്ടം പണിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എബ്രഹാം അക്കോർഡിൽ ഇപ്പോൾ പാകിസ്ഥാൻ പോയി ഒപ്പുവെക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അങ്ങനെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ പാകിസ്ഥാൻ ഒരു രാജ്യമായി, അതായത് ജൂതരാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് തുല്യമാണത് എന്നുള്ളതാണ്. അങ്ങനെ ജൂതരാഷ്ട്രമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് കടുത്ത മതമൗലികവാദ മുസ്ലിം വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന പാകിസ്ഥാൻ ജനതയ്ക്കും പാകിസ്ഥാനും അവരുടെ നിയമങ്ങൾക്കും മത നിയമങ്ങൾക്കും എതിരാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെങ്ങാനും അതിനകത്ത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അസീം മുനീറിന്റെ തല കറാച്ചിയിൽ കിടന്ന് ഉരുളും എന്നാണ് ഇപ്പോൾ ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന കൊടും ഭീകരനായിട്ടുള്ള സൈഫുള്ള ഖസൂരി തന്റെ ബക്രീദ് ദിന സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ബാക്ക് ടെററിസ്റ്റ് ആൻഡ് എൽഇടി ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖസൂരി ഹാസ് ഇഷ്യൂഡ് ആൻ ഓപ്പൺ ത്രെറ്റ് ടു അസീം മുനീർ ആൻഡ് PM ഷഹബാസ്, publicly warning that any Pakistani leader attempting to recognize Israel on US diktat will be assassinated, destroyed and ruined എന്നാണ് പറയുന്നത്. അതായത് ഇനി ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കളയും, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യും കാലും തല്ലി ഒടിച്ചിടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഖസൂരി ഇപ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.